കനത്ത മഴയെ തുടർന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ ഗുരുവായൂർ സന്ദർശനം തടസ്സപ്പെട്ടു. ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറക്കാനായില്ല. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സൂരജ്, ഗുഡ് മോർണിംഗ്. ഇനി എന്താണ് ചെയ്യുന്നത്? ക്രിസ്റ്റീന, ഇന്ന് 7 മണിക്ക് ശേഷം ഗുരുവായൂർ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി എത്തും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഈ കനത്ത മഴയാണ് ഗുരുവായൂരിൽ പെയ്യുന്നത്. ഇതേ തുടർന്ന് ഹെലികോപ്റ്റർ ഇറക്കാൻ കഴിയാതെ വരികയായിരുന്നു. ഇതോടുകൂടി അവിടെ നിന്ന് ഉപരാഷ്ട്രപതി മടങ്ങി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അതായത് ഈ താഴേക്ക് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് കനത്ത മഴയെ തുടർന്ന് ഇത് സാധിക്കാതെ വന്നു. പലതവണ ഈ ഗ്രൗണ്ടിന് ചുറ്റും ഹെലികോപ്റ്റർ വട്ടമിട്ട് പറന്നെങ്കിൽ പോലും ഈ കനത്ത മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖല, അതായത് ഈ ശ്രീകൃഷ്ണ കോളേജും ഗ്രൗണ്ടും തിരിച്ചറിയാൻ പോലും കഴിയാത്ത തരത്തിലുള്ള മഴയായിരുന്നു പെയ്തതെന്നുള്ളതാണ് പറയുന്നത്. ഇതോടുകൂടി ഉപരാഷ്ട്രപതി ഇപ്പോൾ ഈ കൊച്ചിയിലേക്ക് മടങ്ങി എന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്ന വിവരം. കാലാവസ്ഥ അനുകൂലമായാൽ തിരിച്ച് അദ്ദേഹം ഗുരുവായൂർ സന്ദർശനം നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിനുശേഷം, അതായത് ഈ ഗുരുവായൂർ സന്ദർശനത്തിന് ശേഷം കൊച്ചിയിൽ ചില പരിപാടികൾ നിശ്ചയിച്ചിരുന്നു. ഇനി ഈ മഴ ഇത്തരമൊരു പ്രതികൂല സാഹചര്യം സൃഷ്ടിച്ച സാഹചര്യത്തിൽ ഈ കൊച്ചിയിലെ പരിപാടികൾക്ക് ശേഷം ഗുരുവായൂരിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഈ ഉപരാഷ്ട്രപതിയുടെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരുക്കിയ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ അതേപടി തുടരുകയാണ്. അദ്ദേഹം മടങ്ങി എത്തുകയാണെങ്കിൽ അതേപടി ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഗുരുവായൂർ ദർശനം നടത്താനുള്ള ഒരു നീക്കമാണ് നടത്തിയിട്ടുള്ളത്. കൊച്ചിയിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ ഈ കൊച്ചിയിലേക്ക് മടങ്ങി എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. തൃശ്ശൂരിലും അതോടൊപ്പം തന്നെ ഗുരുവായൂരിലും കനത്ത മഴ ഇന്ന് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. 7 മണിക്ക് ഗുരുവായൂരിലെത്തി അദ്ദേഹം ദർശനം നടത്തും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങളും എല്ലാം ഈ വഴിയിലുടനീളം ഏർപ്പെടുത്തിയിരുന്നതാണ്. ഇതിനിടയിലാണ് ഒരു പ്രതികൂല കാലാവസ്ഥ രൂപപ്പെടുന്നതും പിന്നീട് ഈ കോളേജിലെ ഗ്രൗണ്ട് പോലും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലേക്ക് മഴ കനത്തു എന്നുള്ളതാണ് പറയുന്നത്. അതോടുകൂടിയാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് മടങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഇവിടെ വീണ്ടും ഹെലികോപ്റ്റർ സമീപ പ്രദേശങ്ങളിൽ പ്രതികൂല കാലാവസ്ഥ മൂലം ഉപരാഷ്ട്രപതിയുടെ ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനം മുടങ്ങി അദ്ദേഹം തിരികെ കൊച്ചിയിലേക്ക് മടങ്ങിയെന്നാണ് സൂരജ് സജി തൃശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.